നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീ. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ 20ാമത്തെ ദിവസം, തത്വത്തിൽ 21ാമത്തെ ദിവസം ആണ് ഇന്ന്. ഈ കാർത്തിക മാസത്തിൽ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചാൻസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് സാധാരണ ജയിലുകളിൽ ജയിൽ സൂപ്രണ്ടോ അതിൻ്റെ മേലുള്ള അധികാരികളോ ചില സമയത്ത് അപൂർവമായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഈ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചില അപ്പീലുകൾ കിട്ടാറുണ്ട്. ആ അപ്പീലുകളുടെ അടിസ്ഥാനത്തിൽ ആ കുറ്റവാളികളെ പഠിക്കുകയും ചില ശിക്ഷാ ഇളവുകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെയാണ് കാർത്തിക മാസത്തിൽ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുന്നത്. ഈ കാർത്തിക മാസത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് കാർത്തിക സമോ മാസം. കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായി മറ്റൊരു മാസം തന്നെയില്ല. ഈ മാസത്തിൽ നമ്മൾ അച്ചടക്കത്തോടെ, സ്നേഹത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ, അനർഗളമായി ഭഗവാനെ വിളിക്കുകയും ദാമോദര അഷ്ടകം ചൊല്ലുകയും ചെയ്യുമ്പോൾ ആ ജയിലിൽ മേലധികാരികൾ വിസിറ്റ് ചെയ്യുന്നത് പോലെയും ആ കുറ്റവാളികളെ പഠിക്കുന്നത് പോലെയും നമ്മൾ ഇവിടെ കുറ്റവാളികളല്ല, പക്ഷേ പതിത ആത്മാക്കളാണ്. നമ്മള് പൂർവജന്മത്തിന്റെ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ജന്മം നമുക്ക് കിട്ടി. ഈ ജന്മത്തില് ആ സുദുർലഭമായ മനുഷ്യജന്മം നമുക്ക് കിട്ടിയത് ഒരു ജയിലിൽ പെട്ടുപോയ ഒരു കുറ്റവാളിയുടെ നല്ല നടപ്പ് പോലെയുള്ള ഒരു നല്ല നടപ്പിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരത മണ്ണിൽ. അതാണ് പൂന്താനം നമ്പൂതിരി പാടിയത് ജ്ഞാനപ്പാനയിൽ. ഭാരതം ഈ പ്രദേശവുമല്ലേ. അവിടെ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുമ്പോൾ, അചഞ്ചലമായി അനർഗളമായി നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ ഭഗവാൻ നമ്മളിൽ സംപ്രീതനാവുകയും നമുക്ക് നമ്മുടെ പാപങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ 7 തലമുറകൾക്ക് മുമ്പുള്ള ആത്മാക്കളുടെ ആത്മശാന്തി, ബുദ്ധിശാന്തി നമുക്ക് ഈ ദാമോദര മാസത്തിൽ, കാർത്തിക മാസത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഭഗവാനുള്ള അചഞ്ചലമായ വിശ്വാസം. അതാണ് റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. ഭഗവാൻ അറിയാതെ ഒന്നും വരില്ല. ഭോക്താരം യജ്ഞ തപസ്സാം സർവലോകമഹേശ്വരം. എല്ലാത്തിൻ്റെയും ഭോക്താവും യജ്ഞ ശിഷ്ടവും യജ്ഞ അർപ്പിക്കേണ്ടവനും യജ്ഞ ദാതാവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ ഒഴിച്ചു നിർത്തി നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗമനവും ഉണ്ടാകില്ല എന്ന ഒരു ബോധത്തോടു കൂടി ഈ 7 തലമുറ ജനിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ചില വാർത്തകളിലൂടെ പോകും. ഈ വാർത്തകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈശ്വര നിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ കർമ്മഫലമാണ്. കർമ്മഫലം
അതിൻ്റെ വ്യാപ്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്തൊക്കെയോ സാമ്പത്തികം ഉണ്ടാകട്ടെ, എന്തൊക്കെയോ പ്രശസ്തി ഉണ്ടാകട്ടെ, അപ്പം അതിന്റെ എല്ലാ ഈശ്വര നിഷേധത്തിന്റെ ഫലമായിട്ട് മാത്രം. എത്രയോ വലിയ രാജാവായിരുന്നു ഹിരണ്യകശിപു, എത്രയോ വലിയ രാജാവായിരുന്നു ഹിരണ്യാക്ഷൻ. ഈശ്വര നിഷേധം കൊണ്ട് മാത്രം പതനമുണ്ടായി. ഈശ്വര നിഷേധം കൊണ്ട് മാത്രം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. ഇന്ന് ഈ കറന്റ് അഫയേഴ്സിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ നടക്കുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഹരേ കൃഷ്ണ. നമ്മൾ ചെറിയൊരു കീർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, സ്നേഹ റെഡിയാണോ? മ്യൂട്ടാണ്. ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. കമലു, ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ഓക്കെ. 9 മണിക്ക് മുമ്പായിട്ട് നമുക്ക് തീർക്കണം. അപ്പം ചെറിയ ചെറിയ പാട്ടുകളും നമുക്ക് ചുരുക്കി പറഞ്ഞ് നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. നാളത്തെ ദാമോദര ആരതി ശില്പമാതാജിയുടെ വീട്ടിലാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയില്ലെങ്കിൽ. ഹരേ കൃഷ്ണ. കമലു റെഡിയാവുമ്പോഴത്തേന് കാർത്തിക മാസത്തിന്റെ മെസ്സേജുമായിട്ട് ശില്പമാതാജി വരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ദാമോദര മാസത്തിന്റെ ആശംസകൾ. All glories to the assembled devotees. My humble obeisances to the feet of Lord Krishna and humble obeisances to the mercy of Srila Prabhupada. Krishna Krishna Mukunda Janardhana, Krishna Govinda Narayana Hare, Achyudananda Govinda Madhava, Sachidananda Narayana Hare. Gurunathan Tuna Chaika Santatam, Tirunamangal Navinmeleppozhum പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന് നേരം എന്നെത്തും അറിഞ്ഞില്ല. കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടറിയുന്നതു ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന,
കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേലെത്തുമേ യജ്ഞമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13നുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിൽ ഉള്ളോരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായകയാ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് മണിലാൽ പ്രഭു പറഞ്ഞ അവിടുന്നാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞത് ഭാരത ഖണ്ഡത്തിൽ നമ്മൾ എല്ലാവരും ജനിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കീർത്തനം എടുത്തത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവത്ഗീതയില് ഭഗവാൻ നമ്മളോട് പറയുന്നത് ഈ ലോകം ഒരു ദുഃഖാലയമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് നമ്മളിപ്പം പറയില്ലേ, ഒരു ഈ പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം ഗ്രന്ഥാലയം, നമ്മള് പഠിക്കാൻ പോകുന്ന സ്ഥലം വിദ്യാലയം, അതേപോലെ ദുഃഖമുള്ള സ്ഥലമാണ് ദുഃഖാലയം. ഈ ലോകം ഒരു ദുഃഖാലയമാണ്. ഒരു വാക്ക് കൂടെ പറയുന്നുണ്ട്, ദുഃഖാലയം അശാശ്വതം. ഭഗവാൻ പറയുന്നത് ഈ ലോകം ദുഃഖാലയം മാത്രമല്ല, ഇത് ടെമ്പററി ആണ്, ഇത് പെർമനന്റ് ആയ ഒരു സ്ഥലമേ അല്ല. ഇത് നമ്മള് എത്ര പേര് നമ്മളും ഇത് മനസ്സിലാക്കുന്നുണ്ട്? യുനോ, പലപ്പോഴും നമ്മള് ഈ ഒരു മായാ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇതാണ് റിയാലിറ്റി, ഇതാണ് സുഖം. യുനോ, നമ്മൾ ഇതിലെ സുഖം കണ്ടെത്താണ്. നമുക്ക് പതുക്കെ ആണ് ഈ വിവേകം നമുക്ക് വരുന്നത്. ദേവേന്ദ്രൻ ഒരിക്കൽ ഭൂമിയിൽ പന്നിയായി ജനിച്ചു. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പന്നിയായിട്ട് ദേവേന്ദ്രൻ ഭൂമിയിൽ വരുന്നത്. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ദേവേന്ദ്രനെ ഇവിടെ സുഖം പിടിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ തന്റെ ഇന്ദ്ര പദവിയും സ്വർഗവും എല്ലാം ദേവേന്ദ്രൻ മറന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കഴിയാൻ തുടങ്ങി. അപ്പോഴാണ് ദേവന്മാർക്കും എല്ലാവർക്കും വറീഡായി തുടങ്ങി. എന്നിട്ട് നാരദ മഹർഷിയെ അവര് പറഞ്ഞയക്കുന്നുണ്ട്, ദേവേന്ദ്രനടുത്ത് പോയി സംസാരിച്ച് തിരിച്ച് ദേവലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ നാരദ മഹർഷി അവിടെ പോവും. എന്നിട്ട് പറയും, എന്താ താങ്കൾ ഈ ചെയ്യുന്നത്? ഈ പെൺപന്നിയുടെ ഒപ്പവും ഈ കുട്ടി പന്നികളുടെ ഒപ്പം ഇവിടെ കളിച്ച് ഈ കണ്ടത്ത് യു ആർ എൻജോയിങ് യുവർ സെൽഫ്, യു ആർ നോട്ട് നോയിങ് ദാറ്റ് വാട്ട് യു ഹാവ് ദർ, ഇന്ദ്രലോകവും പിന്നെ സ്വർഗവും ഒന്നും നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദേവേന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് ഇന്ദ്രലോകം എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. ഈ ചളിയിൽ കളിക്കാൻ എന്ത് സുഖമാണ് എന്ന് നാരദനോട് പറയാണ്. സുന്ദരിയായ എന്റെ ഭാര്യയെ കണ്ടില്ലേ, എന്റെ കുട്ടികളെ നിങ്ങൾ നോക്കൂ, ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ദേവലോകത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് അവിടെ പറയുന്നത്. അതായത് നരകത്തിൽ പോലും കപില ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് നരകത്തിൽ പോലും മനുഷ്യൻ അത് ഒരു സ്വർഗമായിട്ടാണ് പലരും അത് കാണുന്നത്. ഓക്കെ, സോ ഈവൻ രാമകൃഷ്ണ പരമഹംസ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഒട്ടകം. നമ്മളൊക്കെ ഇവിടെ ദുബായിലാണ്. ഒട്ടകങ്ങളുടെ എക്സാമ്പിൾ ആണ് രാമകൃഷ്ണ പരമഹംസ പറയുന്നത്. ഒട്ടകം ശരിക്കും പറഞ്ഞാൽ മുള്ളാണ് തിന്നുന്നത്. മുള്ള, ഈ കാക്ടസ് ഒക്കെ ഉണ്ടല്ലോ ഡെസേർട്ടിൽ, അതിങ്ങനെ ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ അത് കഴിക്കുമ്പോഴത്തേക്ക് ഒട്ടകത്തിന്റെ നാവും ഈ ചുണ്ടും ഒക്കെ പൊട്ടി ചോര വരും. എന്നാലും അതാണ് സുഖം എന്ന് ഒട്ടകം വിചാരിക്കാണ്. എന്നിട്ട് അത് പിന്നെയും തിന്നോണ്ടിരിക്കും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ.
ഇപ്പം നമ്മള് കണ്ടിട്ടില്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ദാറ്റ് നമ്മൾ ഇത് ആസ്വദിക്കാൻ മാത്രമല്ല നമ്മുടെ വരുന്ന ജനറേഷൻസിനെ നമ്മളത് ആശീർവദിക്കും കൂടിയാണ്. വി ആർ ബ്ലെസ്സിങ് ദം ടു പ്ലീസ് കണ്ടിന്യൂ ദിസ് എൻജോയിങ് ദിസ് ഹെൽ അല്ലെങ്കിൽ എൻജോയിങ് ദിസ് മിസറി എന്ന് നമ്മൾ ആശീർവദിക്കുകയാണ്. നമ്മളിപ്പം കണ്ടിട്ടില്ലേ, നമ്മൾ ഈ ചെറിയ കുട്ടികൾ പോയിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാല് പോയി തൊട്ട് വന്ദിക്കുമ്പോ എന്താണ് മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ആശീർവദിക്കുന്നത്? നിനക്ക് ഭക്തി ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു ഐശ്വര്യം ഒരു ഗ്രാൻഡ് പാരന്റ്സും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് നമ്മൾ കേൾക്കാറ്? വാട്ട് വി ഹിയർ ഇസ് ദാറ്റ് പോയിക്കോളൂ, യു ജസ്റ്റ് ഗോ ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി, വലുതാവട്ടെ, നിറയെ പണം ഉണ്ടാവട്ടെ, അമേരിക്ക വരെ പോവട്ടെ. ഈ മുത്തശ്ശിയുടെ 2 മക്കളായിരിക്കും അമേരിക്കയിൽ, അവര് തിരിഞ്ഞു നോക്കുന്ന കൂടി ഉണ്ടാവില്ല. എന്നാലും മുത്തശ്ശി അങ്ങനെയാണ് അനുഗ്രഹിക്കുക. ഇതൊന്നും മനസ്സിലാവാതെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലാണ്ട് മക്കളെയും എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കണം ദാറ്റ് ഇതൊരു ദുഃഖാലയമാണ്. ആൻഡ് ഇതിന് നമുക്ക് കടന്നു പോകണമെങ്കിൽ 2 കാര്യങ്ങളാണ്, 2 സൊല്യൂഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഈ ദുഃഖാലയത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഞാൻ പറഞ്ഞല്ലോ വിദ്യാലയം ഈ ഗുരുകുലം, നമുക്ക് പണ്ട് ഗുരുകുലം സിസ്റ്റം ആയിരുന്നു. ഈ ഗുരുകുലം സിസ്റ്റത്തില് 2 കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മളെ. ഒന്ന് ശിക്ഷ, പിന്നെ വിദ്യ. ശിക്ഷ മാത്സ്, സയൻസ്, ജോഗ്രഫി അങ്ങനത്തെ സബ്ജക്ട്സ് ആയിരുന്നു. വിദ്യയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യ എന്താണ്? ഭഗവാനെ കുറിച്ചാണ് വിദ്യ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് കൃഷ്ണനെ കുറിച്ച് ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഒരു സ്കൂളിലും വിദ്യ പഠിപ്പിക്കുന്നില്ല. എന്നാലും സ്കൂളിന്റെ പേര് സരസ്വതി വിദ്യാലയം എന്നാണ്. ഓക്കെ, സോ വിദ്യ അവിടെ ഇല്ല, തീരെ ഇല്ല, പഠിപ്പിക്കുന്നില്ല. സോ അതാണ് നമുക്ക് വന്ന ഒരു വലിയൊരു അപാകത. ദാറ്റ് ഈസ് we ourselves lost it. We forgot that we are in ദുഃഖാലയം and there is a world beyond that എന്ന് നമ്മൾ മറന്നുപോയി. സോ ഇവിടെ 2 സൊല്യൂഷൻസ് ആണ് ഭഗവാൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾ ഇത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യൂ ദാറ്റ് ഇത് ഒരു ദുഃഖാലയമാണ്. ഇറ്റ് ഇസ് നോട്ട് ദ പെർമനന്റ് place. Our permanent place is somewhere else, not here. This is just a temporary place. അതൊന്ന്. സെക്കൻഡ് സൊല്യൂഷൻ പറയുന്നത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം അതാണ് പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പം ഒരാള് റിവറില് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ആള് പറയാണ് ഇല്ല എനിക്കിത് വെറ്റാവണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. You will become wet. The same way, when you're in this world, you will have dukkhangal. It is no doubt about it. It will come. Pinne, when you take life, there is endha variya jananam, maranam, vyadi, jada, ella undav. You will have old age, disease, ellam undav ee lokatte. So the second solution is that you have to learn to live with it. അതാണ് ഭഗവാൻ പറയുന്ന മാത്ര സ്പർശാസ്തു കൗന്തേയ ശീതോസ്ന സുഖ ദുഃഖദ ആഗമ പായിനോ നിത്യസ് തം സ്ഥിതിക്ഷസ്വ ഭാരത എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാ മാത്ര സ്പർശാസ്തു കൗന്തേയ ശീതോസ്ന സുഖ ദുഃഖദ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെയാണ് എല്ലാം ഉണ്ടാവുക. നമുക്ക് ലൈക്ക് സമ്മർ ആൻഡ് വിന്റർ, ലൈക്ക് ദി അപ്പിയറൻസ് ഓഫ് സമ്മർ ആൻഡ് വിന്റർ, അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹാപ്പിനെസ്സും ഡിസ്ട്രെസ്സും. അത് വന്നും പോയിക്കൊണ്ടിരിക്കും, അത് ഒരിക്കലും പെർമനന്റ് അല്ല. പക്ഷെ ഭഗവാൻ പറയുന്ന സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് നമുക്ക് തിതിക്ഷ വേണം. ദാറ്റ് ഈസ് നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാനുള്ള മൈൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുക അല്ല, നമ്മളത് ഭഗവാന്റെ ഒരു മേഴ്സി ആണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഏറ്റെടുക്കുക. അതേപോലെ നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മൾ കൂടുതൽ ദുഃഖിക്കാനും പാടില്ല, അതും ഭഗവാന്റെ മേഴ്സി തന്നെയാണ് എന്നാണ്. നമുക്ക് കുന്തി ദേവിയുടെ കാര്യവും അറിയാലോ. ദാറ്റ് കുന്തി ദേവി ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത് പ്ലീസ് ഗിവ് മീ മിസറീസ്, മോർ മിസറീസ്, ബിക്കോസ് ഐ കൻ think about you, because I can say that കൃഷ്ണയുടെ mercy ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് സമയം വളരെ കുറവാണ്. സോ ഐ എം നോട്ട് ടേക്കിംഗ് മോർ ടൈം. താങ്ക് യു മണിലാൽ പ്രഭു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പൊ ഇന്ദ്രനെ വീണ്ടും വന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഇന്ദ്രൻ അമേദ്യം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പന്നിയുടെ രൂപത്തിൽ. അപ്പോഴും പറയും എന്ത് ടേസ്റ്റ് ആണ്, ഞാൻ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ട് വരാം എന്ന് പറയും. അപ്പം അതാണ് നമ്മളുടെ അവസ്ഥ.
നമ്മളെല്ലാം ആ രീതിയിലാണ്. ഹരേ കൃഷ്ണ. റെഡിയല്ലേ സ്നേഹ? നമുക്ക് കീർത്തനവുമായിട്ട് പോകാം. മീരാജി റെഡി ആയിട്ടിരിക്കണേ. 2 വരി നമുക്കിന്ന് പാടാം. മ്യൂട്ടാണ്. അല്ല ഇന്നില്ല, പിന്നെ ആവാന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ നാളത്തേക്ക് റെഡി ആയിക്കോളൂ. സ്നേഹ റെഡിയല്ലേ? ഓക്കെ, തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. കമലു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ റെഡിയായോ? കമലു ബി റെഡി. ഹരേ കൃഷ്ണ. എപ്പോ പറഞ്ഞു കഴിഞ്ഞാലും റെഡി ആവുന്ന രീതിയിൽ നിൽക്കണം. ഹരേ കൃഷ്ണ. വോയിസ് കുറവുണ്ട്. सच्चिदुलाला नाचत श्री हरि कीर्तन में बालचंदन तिलक मनोहर अलक शोभित पोलन बालचंदन तिलक मनोहर अलक शोभित पोलन में श्री चूड़ाधर शिवाय वन फूल माला हिया पर डोले पहिरन पीठ पीतांबर शोभे नूपुर रनु जुनु चरणों में सुंदर बाला सच्चिदानंद नाचत श्री हरि कीर्तन में सुंदर बाला सच्चिदानंद नाचत श्री हरि कीर्तन में राधा कृष्ण कतनोहर निरुवन माजे बंशी बजाए विश्वरूप की तब जी सही आओ प्रकट ही नदिय में सुंदर बाला सच्चिदानंद नाचत श्री हरि कीर्तन में सुंदर बाला सच्चिदानंद नाचत श्री हरि कीर्तन में कोई गायत है राधा कृष्ण नाम कोई गायत है हरि गुण गान मंगल गाना मृदंग रसाला बाजत
है कोई रंगन सुंदर माया सचिदुलारा नाचत श्री हरि कीर्तन सुंदर बाला सचिदुलारा नाचत श्री हरि कीर्तन में नाचत श्री हरि कीर्तन में नाचत श्री हरि कीर्तन में हरे कृष्ण हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे हरे हरिनाम संकीर्तन की जय प्रभुपाद की जय जय हरि 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 बोल സുന്ദരലാല പിന്നെന്താ സച്ചിദുലാല സശിത്തുലാല സുന്ദരലാല ആ ഭഗവാനെ അത്ര മനോഹരമായിരിക്കുന്ന ലാല ഭഗവാനെ നമ്മള് കൊച്ചുണ്ണിക്കണ്ണനെ ലാല എന്നുകൂടി വിളിക്കും. ഇത് വോയിസ് സൗണ്ട് നോക്കണം. വോയിസ് ഫിൽറ്ററിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് നേരെ ഒരു 30 to 40% കുറയും. അത് നോക്കണം. സൗണ്ട് ഫിൽറ്ററിംഗിലാണോ കിടക്കുന്നു എന്നുള്ളത് നോക്കണം. Manilalji, I think Sneha is not well. We have to pray for her. ഹരേ കൃഷ്ണ. Hare Krishna. നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. പാട്ട് വളരെ മനോഹരമായിരുന്നു. ഇത് മാത്രം നോക്കിയാൽ മതി. ഈ ഫിൽറ്ററിങ് വോയിസ് ഫിൽറ്ററിങ് ഉണ്ടോ എന്ന് നോക്കണം. വോയിസ് ഫിൽറ്ററിങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര കൂട്ടി വെച്ച് കഴിഞ്ഞാലും അത് ആക്റ്റീവ് ആവുന്നില്ല. അത്രയും ആക്ച്വൽ റിസൾട്ട് കിട്ടത്തില്ല. ഇല്ല, ഇത് സ്നേഹയ്ക്ക് സുഖമില്ലാത്തതിന്റെ പേരില്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫ്രം യുവർ ഫേസ്. ഷീ ലുക്ക് ലൈക്ക് വെരി സിക്ക്. പിന്നെ നമുക്ക് വേണ്ടി പാടി എന്നുള്ളതാണ്. അതിന് നമ്മൾ സന്തോഷമുണ്ട്, യഥാർത്ഥതയുണ്ട്, നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇപ്പം നമ്മള് ഈ ദാമോദര ആരതിയില് നമ്മള് ആരതി കാണിക്കുമ്പോൾ വീണ്ടും ചുറ്റിനും ഭഗവാന് വേണ്ടിയിട്ട് ആരതി കാണിച്ചതിന് ശേഷം ചുറ്റും ഇങ്ങനെ ആരതി വിളക്ക് കാണിക്കും. അതിനെ ആകാശദീപം എന്ന് പറയും. ആകാശദീപം പാട്ടം കണ്ടില്ലേ? ആകാശദീപം. ഈ ആകാശദീപത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇവിടെ ആകാശദീപം കാണിക്കുന്നത് വഴി മോക്ഷം കിട്ടാതെ അലയുന്ന യക്ഷന്മാര്, രക്ഷസുകള്, പ്രേതാത്മാക്കള് ഇതെല്ലാം ഡെലിവർ ആവും, മോക്ഷം കിട്ടും. ഇത് കാർത്തിക മാസത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിച്ചിട്ട്
ഈ നെയ്വിളക്കിനെ ആകാശത്ത് നമ്മൾ കാണിക്കും. ഇതിനെ ആകാശദീപം എന്ന് പറയും. ഈ ആകാശദീപം കാണിക്കുന്നത് വഴി ഇവർക്കെല്ലാവർക്കും മോക്ഷം കിട്ടും. അപ്പൊ നമ്മള് നമ്മുടെ പൂർവികരോട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. കാര്യം മോക്ഷം കിട്ടാതെ അലഞ്ഞു നടന്ന ആത്മാക്കൾക്കുള്ള മോക്ഷം കിട്ടാനുള്ള മാർഗം നമ്മളിലൂടെ കിട്ടുമ്പോൾ ആ ആത്മാക്കൾ നമ്മളെ അനുഗ്രഹിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആത്മാവിനോട് ധർമ്മപുത്രര് യമധർമ്മൻ ചോദിക്കും, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ പാവങ്ങളുണ്ട്, പക്ഷെ ആ പാവങ്ങൾ കളയാനുള്ള മാർഗങ്ങളൊന്നും നിന്റെ മക്കള് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിനക്ക് ഇതേ മാർഗമുള്ളൂ, എനിക്ക് മറ്റൊരു യാതൊരു പോംവഴിയുമില്ല എന്ന് പറയും. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് നമ്മള് അടുത്ത ജനറേഷനെ സൃഷ്ടിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് ഉള്ള മോക്ഷത്തിനുള്ള വഴി കൂടിയാണ് നമ്മുടെ ജനറേഷൻ. അപ്പം അവരെ അതിലൂടെ ആ ഒരു വഴിയിലൂടെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ഭഗവാനെ ഞാൻ ഈ നെയ്വിളക്ക് കാണിക്കുന്നത് എനിക്ക് എന്താ കിട്ടേണ്ടത്? ഭഗവാനിലുള്ള അചഞ്ചലമായ പ്രേമവും സ്നേഹവും എനിക്ക് കിട്ടണമേ. ഈ ആകാശദീപം കാണിക്കുന്നത് വഴി നമ്മൾ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ദീപം, ആകാശദീപം കാണിച്ചുകൊണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് അങ്ങയിൽ അചഞ്ചലമായ സ്നേഹം, അചഞ്ചലമായ വിശ്വാസം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം അതുകൂടി ഈ ആകാശദീപം കൊണ്ട് അർത്ഥമാക്കും. അപ്പൊ നമ്മളൊരു ശ്ലോകം, അതിനകത്തൊരു മന്ത്രം ചെല്ലാറുണ്ട്. ഗൗഡീയ സമ്പ്രദായക്കാര്, ഗൗഡീയ വൈഷ്ണവര് ഈ മന്ത്രം കൂടി ചെല്ലും. ദാമോദരായ വിശ്വവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ദാമോദരായ വിഷ്ണവേ, ദാമോദരായ വിഷ്ണവേ, വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് ഈ ദീപം. കാർത്തിക മാസത്തിലെ അടുത്ത സന്ദേശവുമായി സ്മിത മാതാജി വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാന് പ്രഭു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കുന്തി സ്തുതിയുള്ള ഓരോ ശ്ലോകങ്ങൾ പറയാറുണ്ട്. അതിലന്ന് പ്രഭു പറഞ്ഞിരുന്ന ശ്ലോകമാണ് ജന്മൈശ്വര്യ ശ്രുതശ്രീ വിരേതമാന മതകുമാർ. ആക്ച്വലി ഇന്നത്തെ ഫ്രൈഡേ ക്ലാസ് സത്സംഗും നളകുബേരന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതും ഈ ഡേഞ്ചർ ഓഫ് പ്രൈഡ്. ഇപ്പൊ ശില്പമാതാജി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിച്ചിട ഗ്രന്ഥിയെ കുറിച്ച്. ആക്ച്വലി ഈ ക്ലാസ്സസ് എല്ലാം ഈ ഈഗോന്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ വന്ന് ഡേഞ്ചേഴ്സ് ഓഫ് പ്രൈഡ് എന്താണെന്നുള്ള ഒരു ടോപ്പിക്കിൽ വന്നിട്ട് നിന്നു. എന്താ പറയാ, എനിക്കത് വളരെ ഇതായി തോന്നി. കാരണം ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രഭു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു, നമ്മള് ഹമ്പിൾ ആണെന്ന് നമ്മള് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു പ്രൈഡ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്തിട്ട് എങ്ങനെ എന്താ പറയാ ശരിക്കും ആക്ച്വലി റിയലി ഹമ്പിൾ ആവാൻ എങ്ങനെ പറ്റും എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പ്രഭു ആൻസർ ചെയ്തത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ പ്രൈഡ് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോഴാണ്. സോ നമ്മളെ കുറിച്ച് പറയുന്നത് ചുരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ കുറിച്ച് സംസാരിക്കാതെയാവും. അപ്പോ അത് നമ്മളുടെ ഹംബിൾനെസ്സിന് എന്താ പറയാ ആക്ച്വൽ ഹംബിൾനെസ് ഉണ്ടാവാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പ്രഭു പോയിന്റ്സ് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പൊ എല്ലാവരും സംസാരിക്കുമ്പോ ഈവൻ ഈ ദാമോദർ ലീലയുടെ കാര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡേഞ്ചർ ഓഫ് പ്രൈഡ് എന്നുള്ളതാണ്.
അതാണ് എനിക്ക് ദാമോദര മാസത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ലെക്ചർ കഴിഞ്ഞിട്ട് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്, യതത്ര ശക്തിലം കിഞ്ചിത് വിദ്വംസ പൂർണ്ണയന്തു തത് യതത്ര ഷഷ്ട്രത്വം കിഞ്ചിത് തദ് ഗുരോരേവ മേ നാഹി. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് പ്ലീസ് ഫോർഗിവ്, ബിക്കോസ് നിങ്ങൾ എല്ലാവരും ലേൺ ഡിവോട്ടീസ് ആണ്. And if there is anything nice or good, the credit is to my guru or it belongs to my guru. Shilpa Mataji ഇന്നലെ നമ്മുടെ അടുത്ത് ശില പ്രഭുപാദ്, ഇന്നലെ അല്ല അതിന്റെ മുന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് സംസാരിച്ചു ശില പ്രഭുപാദിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, നമ്മൾ എങ്ങനെ ഇൻഡെപ്റ്റഡ് ആയിരിക്കുന്നു ശില പ്രഭുപാദിന്റെ അടുത്ത് എന്നുള്ളത്. സോ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഓരോരുത്തരും സംസാരിക്കുന്ന സമയത്ത് അത് നമ്മൾ അന്ന് പറഞ്ഞു ഈ കലിയുഗത്തിൽ നമുക്ക് വളരെ ഷോർട്ട് മെമ്മറിയാണ് എന്നുള്ളത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മളെ അത് സഹായിക്കും. അത് വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും നമ്മളുടെ ഗ്രൗണ്ടഡ് ആയി നിൽക്കാനും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പൊ ക്ലാസ്സസ് ഒക്കെ വളരെ നന്നാവുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ബിക്കോസ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് പോകുന്നത്. ആൻഡ് ഇനി ഞാൻ 2 മിനിറ്റ് ഗോപാഷ്ടമിയെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഗോപാഷ്ടമി 2 ദിവസത്തിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഗോപാഷ്ടമി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ അത് അത്രയും ദിവസം വരെ കാബ്സിനെയാണ്, പശുക്കുട്ടികളെയാണ് മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആ ഗോപാഷ്ടമിയുടെ ദിവസമാണ് ആദ്യമായിട്ട് ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമുക്കൊരു സ്റ്റോറി അറിയാം. ഇതിനു മുമ്പ് ആരോ ഞാൻ കേട്ടിട്ടുണ്ട്. മൻലാൽ പ്രഭു തന്നെയാണ് പറഞ്ഞത്. യശോദാമയ്യ പറയും ഷൂസ് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ പറയും ഇല്ല, ഈ പശുക്കൾക്കൊന്നും ഷൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഷൂസ് ഇട്ടിട്ട് പോകുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ എല്ലാവർക്കും, എല്ലാ പശുക്കൾക്കും ഷൂസ് ഉണ്ടാക്കണം. നന്ദഗോപർക്ക് എത്ര പശുക്കളുണ്ട്? 9 ലക്ഷം പശുക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പറയും ഇല്ല, ഇവർക്ക് എല്ലാവർക്കും ഷൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷൂസ് ഇട്ടിട്ട് പോവുള്ളൂ എന്ന് ഭഗവാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? രാത്രി ഈ പശുക്കളെല്ലാം ചേർന്ന് ആ പോകുന്ന വഴിയെല്ലാം ചവിട്ടി നല്ല സോഫ്റ്റ് ആക്കി വെക്കും. ആൻഡ് പ്രഭു അന്ന് സംസാരിച്ചു രമൺ രേത്തിയെ കുറിച്ച്. അവിടുത്തെ മണ്ണ് ഇപ്പോഴും വളരെ സോഫ്റ്റ് ആണ്. നമ്മളന്ന് പോയപ്പോ നമുക്ക് ഭാഗ്യം കിട്ടി. അവിടെ പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ, സ്പോഞ്ചിനെക്കാട്ടിലും സോഫ്റ്റ് ആണ് അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ഗോപാഷ്ടമി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഭഗവാനും ബലറാമും കൂടെ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ്. അപ്പൊ അന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രാധാറാണിയും ഭഗവാനും ഉച്ചയ്ക്ക് അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പശുക്കളെ മേയ്ക്കാൻ പോയതുകൊണ്ട് അന്ന് അത് നടന്നില്ല. അപ്പൊ രാധാറാണിക്കും അതേപോലെ തന്നെ ഭഗവാനും ഭയങ്കര വിഷമാവും. അപ്പൊ എങ്ങനെ അവിടുന്ന് ഇറങ്ങും? ഈ പെൺകുട്ടികൾ ഇപ്പൊ എന്താ പറയാ, പശുക്കളെ മേയ്ക്കാൻ പോവാറില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടായ സുബല് വരും. സുബല് പറയും, സുബലിന് ഇങ്ങനെ രാധാറാണിയുടെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ശുബല് പറയും, ഞാൻ രാധാറാണിയുടെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം, എന്റെ ഡ്രസ്സ് ഇട്ടിട്ട് രാധാറാണി കൃഷ്ണനെ കാണാൻ പൊക്കോളൂ എന്ന് പറയും. അങ്ങനെ രാധാറാണി ധോത്തിയൊക്കെ ഉടുത്ത്, ശുബലിന്റെ പോലെ ധോത്തി എടുത്തിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും, ഭഗവാൻ അപ്പോൾ ഓൾറെഡി രാധാറാണിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇരിക്കുകയായിരിക്കും. അപ്പോഴാണ് രാധാറാണി അവിടെ എത്തുന്നത്. അതുകൊണ്ട് ഈ ദിവസത്തിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും രാധാറാണി ധോത്തി ഉടുത്തിട്ടായിരിക്കും. ആൻഡ് യു ക്യാൻ ഹാവ് ദർശൻ ഓഫ് ഹെർ ലോട്ടസ് ഫീറ്റ്. സോ നാളത്തെ ദർശൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട്, അതായത് ഈ ഗോപാഷ്ടമിയുടെ ദർശൻ നമ്മൾ വൃന്ദാവന്റെ സൈറ്റിലോ മായപ്പൂരിന്റെ സൈറ്റിലോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാധാറാണിയുടെ ലോട്ടസ് ഫീറ്റ് കാണാനുള്ള ചാൻസ് കിട്ടും. സോ വൃന്ദാവൻ.com അല്ലെങ്കിൽ മായപ്പൂർ.com പോയിട്ട് ഡെയിലി ദർശനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദർശന്റെ ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പൊ ആരും മിസ് ചെയ്യരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണമായി. താങ്ക് യു. നല്ലൊരു ഇൻഫർമേഷൻ. ഇത് കേൾക്കുന്നത് തന്നെ നമ്മള് ശരിക്കും വൃന്ദാവനത്തിലെത്തി ആ ഗോപാഷ്ടമി കണ്ടു, ദർശനം കിട്ടിയതിന് തുല്യമായിട്ടുള്ള ഫലം തന്നെ കിട്ടും. അതും ഭഗവാന്റെ മറ്റൊരു അനുകമ്പയാണ്. ഇത്
നമ്മൾ ഡയറക്റ്റ് ലഭിക്കുകയോ ദർശനം കിട്ടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഭക്തരുടെ വായിൽ നിന്ന് ഇത് കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരേ ഫലം കിട്ടുമെന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ ആകാശദീപം കൊണ്ട് ഇപ്പൊ ഞാൻ മന്ത്രം പറഞ്ഞു, ആ മന്ത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത് ദാമോദരായ വിഷ്ണവേ വിശ്വരൂപായ ധരായ ച നമസ്കൃത്യം പ്രണശ്യാമി വ്യോമദീപം ഹരിപ്രിയം. ഭഗവാനെ ദാമോദര, അങ്ങ് ഈ ദാമോദര ഭഗവാൻ എന്നുള്ള ഡയറ്റിയിലുണ്ട്, ആ വിഗ്രഹത്തിലുണ്ട് ഭഗവാനെ. അതുപോലെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഭഗവാനെ. അങ്ങ് സർവവ്യാപിയാണ്, എല്ലായിടത്തുമുണ്ട്. ആ ഭഗവാനെ ദാമോദര, അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഈ കാർത്തിക മാസത്തിൽ നമുക്ക് അതേ പറയാനുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭഗവാനെ ദാമോദര, യശോദാമായിക്ക് കൊടുത്ത ആ സ്നേഹം, ആ മമത, അശോമായിക്ക് കൊടുത്ത ആ അനുഗ്രഹം പോലെ, രാധാറാണിക്ക് കൊടുത്ത അനുഗ്രഹം പോലെ ഭഗവാനെ അങ്ങും ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കണമേ. ഏതൊരു സാഹചര്യത്തിലും അങ്ങയുടെ സാമീപ്യവും സാന്ത്വനവും ഉണ്ടാകണമേ. ഹരേ കൃഷ്ണ. വീണ്ടും നമുക്ക് കാർത്തിക മാസത്തിൽ ഒരു കീർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം. കമലു, ഹരേ കൃഷ്ണ. സ്മിത മാതാജി, സ്നേഹയുടെ കുഴപ്പമല്ല, വോയിസ് കുറവുണ്ട്. പിന്നെ മാതാജി ഹൈ പിച്ചിൽ സംസാരിച്ചതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കുഴപ്പമില്ലായിരുന്നു. വോയിസ് കൺട്രോളിൽ എന്തോ ഒരു എഫക്ട് ഉണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ കമലു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. 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 വേനും ക്വനന്തമരവിന്ദ ദലയതാക്ഷം ബർഹവതം സിതംബുധ സുന്ദരാംഗം. കന്ദാകോടി കമനീയ വിശേഷ ശോഭം. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. അംഗാനി യസ്യ സകലേ ദ്രിയാവൃത്
किमन्ति पश्यन्ति पान्ति कलयन्ति चिरं जगन्ति आनन्दाचिन्मया साधु ज्वालाविग्रहस्य गोविन्दम् आदिपुरुषं तमहं भजामि 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 भजमन राधा गोविन्द राधे हे राधा गोविन्द राधे भजमन राधा गोविन्द राधे 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 राधा गोविन्द राधे राधा गोविन्द राधे राधा गोविन्द राधे भजमन राधा गोविन्द राधे ओ राधा गोविन्द राधे भजमन राधा गोविन्द राधे ओ राधा गोविन्द राधे भजमन राधा गोविन्द राधे ओ राधा गोविन्द राधे भजमन राधा गोविन्द राधे 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 भजमन राधा गोविन्द राधे भजमन राधा गोविन्द राधे भजमन राधा गोविन्द राधे ओ गोविन्द 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 राधे 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 गोविन्द 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 राधे
भज मन राधा गोविंद राधे ओ राधा गोविंद राधे भज मन राधा गोविंद राधे ओ राधा गोविंद राधे भज मन राधा गोविंद राधे ओ राधा गोविंद राधे गोविंदम आदिपुरुषं तमहं भजामि 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 हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഗോവിന്ദം ആദിപുരുഷം. ആദിപുരുഷൻ ബ്രഹ്മാവ് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു പറയുന്നു, ആദിപുരുഷൻ ഭഗവാനായ ഗോവിന്ദനാണ്. ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായി സുധീഷ് ജി. ഹരേ കൃഷ്ണ. മണിലാഞ്ചി ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഈ കമലയുടെ പാട്ട് വളരെ നന്നായിരുന്നു. ഇതിനകത്ത് വളരെ ഒരു പ്രത്യേകത വെച്ചാൽ കമലയ്ക്ക് ഇത്രനാളും കമലയെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഷൈനസ് അത് പൂർണ്ണമായിട്ടും മാറി. ഇൻഹിബിഷൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഗായികയെ പോലെ പാടുന്നുണ്ട്. ഇത്രയും പാട്ടറിയാവുന്നവർ എന്തിനാണ് നാണിക്കുന്നത് എന്നാണ് എനിക്ക് സംശയം. ഇത്രയും പാട്ടറിയാം, ഇത്ര നാൾ പാടിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും നല്ലവണ്ണം പാടുന്നുണ്ട്. നമ്മളെപ്പോലെ പാട്ടും പാടാനും അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ എന്തിനു വേണ്ടിയാണ് കമല ഇത്ര നാൾ നാണിച്ചതെന്ന് ഞാൻ പ്രത്യേകം ചോദിക്കുകയാണ്. വളരെ വളരെ നന്നായിരുന്നു. हरे कृष्ण प्रभु थैंक यू प्रभु ഹരേ കൃഷ്ണ. ഡോക്ടർ ജി താങ്ക് യു. വീണ്ടും കാർത്തിക മാസ മെസ്സേജ് ഡോക്ടർ ജി തന്നെ പറയാം. എന്താണ് പറയാനുള്ളതെന്ന്. ഇന്ന് അങ്ങയുടെ ഭവനത്തിലാണ്, ഓരോ ദിവസവും ഇന്ന് ഞങ്ങള് അങ്ങയുടെ ഭവനത്തിലാണ് എത്തിയിരിക്കുന്നത്. പറയൂ. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ വളരെ നന്ദി ഇതിൽ പങ്കെടുത്തതിനും. ഇത് നമ്മൾ ഓരോ ദിവസവും ഈ പരിപാടി വളരെ വളരെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാർത്തിക മാസത്തിന്റെ അനുഗ്രഹം നമ്മൾ എല്ലാവർക്കും ഭഗവാൻ തരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. ഡോക്ടർ ജിയുടെ വീട്ടിലെ കുന്നിക്കുരു ഒക്കെ കണ്ടു ഞങ്ങള്. കുന്നിക്കുരുണ്ടോ? അത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചത് ഇടയ്ക്ക്. അതെ അതെ അതെ, മഞ്ചാടിയുണ്ട്, കുന്നിക്കുരുണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇവിടുത്തെ അതേ സെറ്റപ്പ്, അതേ ഡയറക്ഷൻ, അതേ ആംഗിള് വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്തു നാട്ടിൽ ചെന്നപ്പോഴും. നന്നായി, വളരെ സന്തോഷം. നമോഭാഗം. അതിന് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തു. ഹരേ കൃഷ്ണ. മകളെവിടെ? മകൾ അപ്പോഴേ ഇവിടെ വന്നിരുന്നു. നമ്മൾ പരിപാടി തുടങ്ങുന്നതിന്റെ പേരില് 5 കിലോമീറ്റർ അപ്പുറത്താ താമസിക്കുന്നത്. അവരെങ്കിലും രാവിലെ നമ്മളെ ക്ലിനിക്കിൽ വന്നിരിക്കുന്നുണ്ട് എപ്പോഴും. അപ്പൊ രാവിലെ അവർ വന്നതാ വീട്ടിൽ നിന്ന് പോയി. ഹരേ കൃഷ്ണ. താങ്ക് യു ഡോക്ടർ ജി. വീണ്ടും സുധീഷ് ജിയുടെ അടുത്തേക്ക് വരികയാണ്. കാർത്തിക മാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇദ്ദേഹം നമ്മുടെ ഡോക്ടർ ജി പറഞ്ഞ പോലെ കാർത്തിക മാസം നമ്മുടെ ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പറയും. കമലയുടെ പ്രസൻസ് ആയാലും ബാക്കി എല്ലാവരുടെയും മെസ്സേജസ് എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്. ഇപ്പം ഇന്ന് കിട്ടിയ മെസ്സേജും വളരെ വി ആർ താങ്ക്ഫുൾ. ഈ ചിലപ്പോൾ റിമൈൻഡേഴ്സ് ഒക്കെ വളരെ ഉപയോഗം ചെയ്യും നമുക്ക്. ഈ പറഞ്ഞ പോലെ ഈഗോ, ഫാൾസ് ഈഗോ, അതുപോലെ തന്നെ റിയൽ, നമ്മുടെ ഈ പറയുന്ന വേർഡിൽ ഞാനൊരു നല്ലൊരു ഗുരുദേവന്റെ ഫോളോവറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വേൾഡ് മായയാണെന്നുള്ളത്. വളരെ ക്ലിയർ ആയിട്ട് അതിന് വളരെയധികം എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഇന്ന് നമ്മളത് വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പഴയ നമ്മുടെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും.
ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണം കേട്ടായിരുന്നു, നമ്മുടെ ഒരു ഹു ആം ഐ. അതിൽ പറഞ്ഞത് ഒരു IIM വെച്ചൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ സുഷുപ്തിയിലും അതുപോലെ സ്വപ്നത്തിലും നമ്മുടെ ഒരു എൻറ്റൈറ്റി മാറി നിന്ന് നമ്മളെ കാണുന്നുണ്ട്. ആ എൻറ്റൈറ്റിയാണ് നമ്മൾ. ശരിക്കും നമ്മൾ ഈ കാണുന്ന എൻറ്റൈറ്റി അല്ല. നമ്മൾ ഉറങ്ങുന്നുണ്ട്, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം വേൾഡും ഒരു റിയാലിറ്റിയാണ്. ആ സമയത്ത് നമ്മുടെ റിയാലിറ്റിയാണ് അതെല്ലാം. അതുപോലെ റിയാലിറ്റിയാണ് നമ്മൾ ഉണർവിലും ഉള്ളതെന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒബ്സർവേഷൻ നമ്മൾ ഇൻടാക്ട് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ നമ്മൾ റിയലൈസ് ചെയ്ത് പോകുന്നത് സ്പിരിച്വലൈസിലാണ്. അതിലും വീണ്ടും നമ്മൾ ഗുരുദേവന്റെ ഒരു അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ആണ്. അത് വളരെ ഈ സൈക്കാട്രി ഒക്കെ PhD എടുത്തവർക്കൊക്കെ വളരെ ഉപയോഗം വന്നൊരു ഫൈൻഡിങ് ആണ്. അത് നമ്മുടെ മനസ്സാണെന്നാണ് നമ്മുടെ ഒരു കൺട്രോൾ വരുന്നത്. അത് കഴിഞ്ഞ സോളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയും നമ്മുടെ സോളുമായിട്ടുള്ള കണക്ഷൻ അല്ലെ കപ്ലിംഗ് എന്ന് പറയുന്നത് മനസ്സാണെന്നുള്ളതാണ്. അപ്പം മൈൻഡിന് ഇപ്പോഴും സൈക്കാട്രിസ്റ്റികത്തൊക്കെ പ്രയോഗിച്ചെങ്കിലും ഒരു പെർഫെക്റ്റ് മെഡിസിൻ ഇല്ലാത്ത ഒരു ഫീൽഡാണ്. അതൊരു ഇമാജിനറി സബ്സ്റ്റൻസ് ആണ്. അത് പ്യൂരിഫൈ ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഈ ഫാൾസ് ഈഗോസ് ഒക്കെ മാറ്റി നമ്മുടെ പരമാത്മാവിൽ നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വലിസം ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡിസ്കഷൻസ് ആണ് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ കാർത്തിക മാസത്തിൽ കേൾക്കുന്നത്. അതിൽ ഓരോരുത്തരും വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ സുരേഷി. നല്ല ഒരു ഇതാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെല്ലാം ആക്ച്വലി ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊന്നുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരമാത്മാവിനെ കുറിച്ചൊക്കെ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീകൃഷ്ണ ദർശനമൊക്കെ പറയുന്നുണ്ട്. നാണു എന്തുകൊണ്ടാണ് താമസിച്ചു വരുന്നതെന്ന് ആശാൻ ചോദിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ആ ദർശനം ശ്രീനാരായണ ഗുരു അവിടെ പിന്നെ പറയുന്നുണ്ട്. അതൊക്കെ ആക്ച്വലി നിർഭാഗ്യവശാല് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ എടുത്ത് മിസ്യൂസ് ചെയ്തു. അവസാനം അത് ഒരു ജാതിയിൽ ഒരു മതത്തിൽ മാത്രം ആ വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ഓക്കെ, ഹരേ കൃഷ്ണ. അത് അവിടെ നിൽക്കട്ടെ. അതൊക്കെ പലതരത്തിലോട്ട് നമുക്ക് പോകാം. പക്ഷേ ഇവിടെ വീണ്ടും കാർത്തിക മാസം ഇതൊക്കെ ചർച്ച ചെയ്യാനും ഭഗവാനെ കുറിച്ച് കൂടുതൽ ഓർമ്മയുണ്ടാകുവാനും ഭഗവാനെ നമുക്ക് അഭയമുള്ളൂ എന്ന് രക്ഷയുള്ളൂ എന്നുള്ളതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നു. ഹരേ കൃഷ്ണ. നമ്മള് വീണ്ടും വിദ്യാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഒത്തിരി നോളജ് കിട്ടി. ഞാൻ കേൾക്കാത്ത കാര്യങ്ങളും ഞാൻ അറിയാത്ത കാര്യങ്ങളും ശില്പ മാതാജി ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ അതിശയത്തോടെ അത് കേട്ടിരുന്നു. പിന്നെ അതുകൂടാണ്ട് രമൺ റേത്തി, അത് ഞാനിപ്പോ ആക്ച്വലി ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ ചെയ്ത് നോക്കി. അത് സംഭവം എവിടെയാണ് ഈ സ്ഥലം? ഒന്ന് പറഞ്ഞു തരാമോ സ്മിത മാതാജി? രമൺ റേത്തി എവിടെയായിട്ട് ആണ്? മാതാജി വൃന്ദാവൻ. ഓക്കെ, വളരെ വളരെ നന്ദി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്ന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വിദ്യാജി. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പേ ആലോചിച്ചതാണ്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ കാണുന്നവർ മാത്രമായിട്ട് കുറച്ച് പേര് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വൃന്ദാവനത്തിൽ നമ്മൾ ദർശനമെടുക്കാൻ പോകും. ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാമോദര ഭഗവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിന്റെ നമ്മൾ കൗണ്ട് ഡൗണിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ അനിത മാതാജിയിലോട്ട് എത്തുകയാണ്. അനിത മാതാജി, ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജസ് കാർത്തിക മാസത്തിൽ കൊടുക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. എനിക്ക് പ്രത്യേകമായിട്ട് മെസ്സേജ് കൊടുക്കാനില്ല. എനിക്ക് ഇതേ പറഞ്ഞ മാതിരി അറിയാത്ത കുറെ നോളജുകൾ ഇന്നത്തെ എല്ലാവരുടെ നിന്നും മനസ്സിലായി. കുറെ കാര്യങ്ങള് അത് തന്നെയാണ് ഇന്നത്തെ എനിക്ക് ദാമോദര മാസത്തിൽ ഏറ്റവും കിട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. സന്തോഷം. ഹരേ കൃഷ്ണ. ഭഗവാനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുക. ബി കണക്റ്റഡ് ടു ഹൂം? വിത്ത് കൃഷ്ണ. ഭഗവാനുമായിട്ട് കണക്ട് ആയില്ലെങ്കിൽ എല്ലാം അബ്നോർമൽ ആയിരിക്കും, എല്ലാം കൊളാപ്സ്ഡ് ആയിരിക്കും. അത് തന്നെയാണ് ഈ ഭൗതിക ലോകത്ത് നടക്കുന്നത്. അതാണ് നേരത്തെ ശില്പമാതാജി പറഞ്ഞത്, ദുഃഖാലയം അശാശ്വതം.
പക്ഷെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള ഒരേ ഒരു വഴി ബി കണക്റ്റഡ്. പുട്ട് കൃഷ്ണ ഇൻ സെന്റർ ഓഫ് അവർ ലൈഫ് ആൻഡ് ലിവ് ഡൈനാമിക്കലി. പ്രഭുപാദർ ഒരു മെസ്സേജ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. Put Krishna in our center of our life and be dynamic. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുള്ള ഉപായമാണ് ഈ കാർത്തിക മാസ ആചരണവും പൂജയും ആരതിയും എല്ലാം, അഷ്ടവും എല്ലാം. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കാർത്തിക മാസം കഴിയാറായി. ഇത് കഴിഞ്ഞാലും എല്ലാവരും ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കഴിയും. ഇവിടെ ഇരിക്കുന്നവരില്ലെങ്കിൽ ഞാനില്ല. 365 ദിവസവും കാർത്തിക മാസം ആയാലോ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ, ഇവിടെ ഇരിക്കുന്നവരെ ഇല്ലെങ്കിൽ ഞാനില്ല. കാര്യം ഞാൻ ഈ പറയുന്നത് എന്റെ കഴിവ് കൊണ്ടോ ഒന്നും എന്റെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല. ഇവിടെ അസംബിൾ ചെയ്തിരിക്കുന്ന ഭക്തരുടെ മനസ്സും പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത്. അല്ലാതെ എന്റേതായിട്ടൊന്നുമില്ല, എന്റെ കഴിവുള്ളതായിട്ടൊന്നുമില്ല. ഹരേ കൃഷ്ണ. ഞാൻ ഒന്നും തയ്യാറെടുത്തല്ല വരുന്നത്. അത് സ്മിതമാദിക്കും ചിപ്പമാദിക്കും ഒക്കെ അറിയാം. ഞാൻ വളരെ ലേസിയാണ് ആള്. ഹരേ കൃഷ്ണ. അപ്പം വീണ്ടും മീരാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കിതുപോലെ എന്താ പറയാ, കുറെ അജ്ഞതകളൊക്കെ നീങ്ങാൻ തുടങ്ങുന്നു നമ്മുടെ. അതായത് നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഈ ഇവിടെ ഈ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾക്കാണെന്നുള്ള വിശ്വാസമായിരുന്നു പണ്ടൊക്കെ. അപ്പൊ നമുക്ക് തോന്നുന്നു എന്തെങ്കിലും കാര്യമൊക്കെ ശരിയാവാതിരുന്നാൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ അജ്ഞതകളൊക്കെ ഈ ക്ലാസ്സുകളിൽ കയറിയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. താങ്ക് യു. ഹരേ കൃഷ്ണ. നിഷാജി, ഹരേ കൃഷ്ണ. എന്തോ പ്രസാദം ഒക്കെ പെൻഡിങ് ആണ്. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഹരേ കൃഷ്ണ. ഓൺലൈൻ മാത്രം പോരാ. അതെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. വീണ്ടും കാണാം തീർച്ചയായിട്ടും. നിഷാജി, ഹരേ കൃഷ്ണ. എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പ്രഭു. പിന്നെ കുറെ ഉപദേശങ്ങൾ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, ഈ മാസം കാർത്തിക മാസത്തിൽ എല്ലാവരും പങ്കെടുത്തവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഉപദേശങ്ങളൊന്നുമില്ല, ഭഗവാന്റെ സന്ദേശങ്ങൾ മാത്രം കൈമാറിയതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഗോവിന്ദിനോട് എന്റെ പ്രത്യേകം സന്തോഷം, താങ്ക്സ് പറയുക. ഇന്നലെ പ്രസന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പ്രസന്റ് കൊണ്ടുപോകും. സാധാരണ ഞാൻ അവസാനമാണ് ചെയ്യാറുള്ളത്. ആദ്യമേ തന്നെ പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നമ്മള് പറഞ്ഞോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തോ ഗെയിം പറയാനിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യട്ടെ. അതാണ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചെയ്യണമെന്ന്. ഓക്കെ. ഹരേ കൃഷ്ണ. കുട്ടികളെ നമ്മുടെ അഡൽട്സ് ക്ലാസ് പോലല്ല, കുട്ടികളുടെ ക്ലാസ് വേറെ രീതിയിലാണ് പോകുന്നത്. ഹരേ കൃഷ്ണ. അപ്പം വീണ്ടും നമുക്ക് ദാമോദര അഷ്ടകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. അഷ്ടകം ആര് ചൊല്ലും? ഹരേ കൃഷ്ണ. മാതാജി അഷ്ടകം ചൊല്ലിക്കോളൂ. അപ്പം ഡോക്ടർജി, നമ്മള് ആരതി ചെയ്യാൻ പോവാനാണ്. അപ്പൊ ഇതിനകത്ത് വേറെ ആള് ഹൈഡ് ഇരിക്കുന്നുണ്ട്. സിമി മാതാജി, ഹരേ കൃഷ്ണ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് വീഡിയോയിൽ വരണം എന്നുള്ളത്. അപ്പൊ ഡോക്ടർജിയുടെ വാക്കുകളാണ് ഞാൻ കടമെടുക്കുന്നത്. എന്തിനാണ് ഇപ്പോഴും നാണിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഒരു മെസ്സേജ് പറയാൻ സുമചേച്ചി പറഞ്ഞോന്ന് അറിയില്ല. സുമചേച്ചിയുടെ വലിയച്ഛൻ പെട്ടെന്ന് മരിച്ച കാരണമാണ് സുമചേച്ചി ഇപ്പൊ ഗ്രൂപ്പിൽ നിന്ന് പോയത്. സുഖമില്ലാതെ ഇരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് എനിക്ക് കേൾക്കുന്നുണ്ടാവില്ല എന്നൊന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും. നമ്മള് നാമം ജപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ദേഹവിയോഗമുണ്ടായത്. തീർച്ചയായിട്ടും അതും കാർത്തിക മാസത്തിലാണ്. അതുപോലെ തന്നെ ആ ആത്മാവിന് ഭാഗ്യം കിട്ടി ഈ കാർത്തിക മാസത്തിൽ ആ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. അതേസമയം
നല്ല സമയമാണ്. ആ ആത്മാവിന് തീർച്ചയായിട്ടും മോക്ഷം കിട്ടും. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. സിമി മാതാജി എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അല്ല, സിമി മാതാജി ആദ്യം എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളായിരുന്നു. അത് നാളെ പറയും കേട്ടോ. അതെ, സമയമില്ല. നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞു തന്നാലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാ മതി. എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു ഭഗവാനെ ഒരുക്കി വച്ചിരിക്കുന്നത്. നല്ല തുളസി ദളങ്ങളാൽ മാല കോർത്തി വച്ചിരിക്കുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഡോക്ടർ ജിക്കും കുടുംബത്തിനും കുടുംബ അംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഔദ്യോഗിക ജീവിതവും ഭഗവാന്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കാർത്തിക മാസത്തിലെ ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം വീണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെയ്യുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. മണിലാൽജി, ഒരു മിനിറ്റ്. ഞങ്ങള് രാവിലെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ പോയി എല്ലാം കണ്ടു തിരിച്ചിറങ്ങിയപ്പോഴേ എന്റെ സണ്ണില്ല ചോദിച്ചു, ഈ ക്ഷേത്രത്തിന് ഇത്രത്തോളം പ്രചാരം എന്തുകൊണ്ട് സംഭവിച്ചു? പ്രസിദ്ധി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളിയോട് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാൻ. അപ്പൊ ഒരു 2 വാക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെ ഉപകാരമായി. അതിനെ 2 വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല. കൊട്ടാരക്കര ഗണപതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭൂതപൂർവമായ പ്രത്യക്ഷമായ പല അനുഭവങ്ങളും കൃത്യമായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് മാത്രം അറിയാം, അവിടെ വളരെ വലിയ സാന്നിധ്യം ഗണപതിക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മഹാദേവരുടെ ക്ഷേത്രമാണെങ്കിലും മകനിലെ പേരിൽ അറിയപ്പെട്ടത്. ആക്ച്വലി മണികണ്ഠേശ്വരം മഹാഗണപതി ക്ഷേത്രം എന്നാണ് പറയുന്നത്. മഹാദേവ ക്ഷേത്രമായിരുന്നു എങ്കിലും ഗണപതി ആക്ച്വലി നമ്മുടെ ഗുരുസ്ഥാനീയനാണ്. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യ ചക്ഷുരുമീലിതം മേന തസ്മൈ ശ്രീ ഗുരുവേ എന്ന് ഗണപതിയെ കാണുമ്പോൾ പറയണം. ഇത്ര വലിയ അനുഗ്രഹം ഗണപതിയിൽ നിന്ന് കിട്ടാനില്ല. അതിൽ പരം കാര്യം, ഈ ഗണപതിയാണ് നമുക്ക് ആദ്യമായിട്ട് മഹാഭാരതം ഭഗവത്ഗീത തന്നിരിക്കുന്നത്. ഓരോ വരികളും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അതിൻ്റെതായ പരിശുദ്ധിയോടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് സാക്ഷാൽ മഹാഗണപതിയാണ്. പെരുന്തച്ഛനുമായിട്ട് ആ ക്ഷേത്രം ബന്ധമുണ്ട്. അതാണ് ചുരുക്കി പറയാം, പെരുന്തച്ഛനുമായിട്ട് ആ ക്ഷേത്രം ബന്ധമുണ്ട്. ഇളയിടത്ത് മഹാറാണിയുമായിട്ട് ആ ക്ഷേത്രം ബന്ധമുണ്ട്. ഇളയിടത്ത് രാജവംശത്തിൻ്റെതായിരുന്നു ആ ക്ഷേത്രം. പെരുന്തച്ഛനുമായിട്ട് ബന്ധമുണ്ട്. ഉണ്ണിയപ്പത്തിന്റെ കഥകളല്ല, വളരെ ചരിത്രപരമായ കഥ പറയാനുണ്ട്. അതുകൊണ്ട് അത് നാളെ പറയും. ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് നമ്മള് ദാമോദരാഷ്ടകം ചൊല്ലാം. അപ്പം ഭക്തിയിലേക്കുള്ള എല്ലാ വിഘ്നങ്ങളും സാക്ഷാൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. വിഘ്നങ്ങളും മാറ്റി ഭഗവത് ഭക്തിയുടെ ഭഗവത് അനുഗ്രഹത്തിനായി നമുക്ക് കൊട്ടാരക്കര ഗണപതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ദാമോദരാഷ്ടകം സുപ്രമാതി റെഡിയല്ലേ ഡോക്ടർ ജി? ഇപ്പോൾ ഇത്ര പോരെ? അതെ, നമുക്ക് നാളെ ദിവസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. പറയാറുണ്ട്, കൊട്ടാരക്കര വാഴും ഗൗരി നായക, ഞങ്ങൾക്ക് അല്പത വരാതെ കണ്ട് അനുഗ്രഹിക്കണം. ഇതാണ് അവിടുത്തെ ഒരു മന്ത്രം. ഓക്കെ, മണിലാൽജി മന്ത്രങ്ങളൊക്കെ വാട്സാപ്പിൽ അയച്ചു തരാം. കൊട്ടാരക്കര വാഴും ഗൗരി നായക, ഞങ്ങൾക്ക് അല്പത വരാതെ കണ്ട് അനുഗ്രഹിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മൾ ഇന്ന് അഷ്ടകം ചൊല്ലുവാണ്. സ്മിതമാതാജി ഹരേ കൃഷ്ണ. ബിജുപ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, എന്റെ
സ്റ്റാർട്ട് ചെയ്തോളൂ. ചൊല്ലിയതല്ലേ ശില്പമാതാജി ചൊല്ലട്ടെ? ഓക്കെ, ശില്പമാതാജി അഷ്ടകം പെട്ടെന്ന് ചൊല്ലിക്കോളൂ, റിപ്പീറ്റേഷൻ വേണ്ട. നമ്മൾ ചെല്ലുന്നത് ഡോക്ടർജി ആരതി 4 പ്രാവശ്യം പാദകമലത്തിൽ നിന്ന് മുഖകമലത്തിലേക്ക് 1 2 3 4. ഓക്കെ, അതോടുകൂടി കൗണ്ട് ഡൗൺ ആവും. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലോകലാധവമാനം പരാമൃഷ്ടമത്യന്തോ ധൃത്യഗോപ്യാ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം कराम्भोजयुग्मेन सातङ्गनेत्रं मुहुश्वासकं पात्रिरेखाङ्ककान्ता स्थितग्रैवं दामोदरं भक्तिबद्धम् इति दृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तम् आख्यापयन्तम् तदेयेषितान्येषु भक्तैर्जिजत्वम् पुनः प्रेमतस्तं सतवृत्ति वन्दे वरं देवमोक्षं न मोक्षावधिं वा न चन्यं वृणेऽहं वरेशादपिह इदं ते वपुर्नाथ गोपालबालं सदा मे मनस्या विरास्तं किमन्य इदं ते मुखाम्भोजम् अत्यन्तनीलैर्वृतं कुण्डलैः स्निग्धरक्तैश्च गोप्या मुहुश्चम्बितं बिम्बरक्ताधरं मे मनस्या विरास्तामलं लक्षलाभै नमो देवदामोदरानन्त विष्णो प्रसीद प्रभो दुःखजालातिमग्नं कृपादृष्टिवृष्याति दीनं बतानो गृहाणीषु मामज्ञं मेदि यक्षिदृश्य कुबेरात्मजौ बद्धमूर्त्यैव यद्वत् त्वया मोचितौ भक्तिभाजौ कृतौ च तथा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते तु दाम्ने स्फुरदीप्तिदाम्ने त्वदीयोदराय विश्वस्य धाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे कृष्णा. दामोदराष्टकम की जय. श्री दामोदर भगवान की जय. श्री राधा दामोदर भगवान की जय. वृंदावन धाम की जय. मायापुर धाम की जय. शील प्रभुपाद की जय. हरे कृष्ണ. താങ്ക് യു. എല്ലാവർക്കും വളരെ സന്തോഷം. വീണ്ടും വരുന്നതിലും ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിലല്ല, നമ്മൾ അന്യോന്യം ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. കമലു ഹരേ കൃഷ്ണ. താങ്ക് യു. സ്നേഹ ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവർക്കും കുട്ടികളെ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. ഹരേ കൃഷ്ണ. കുട്ടികളെ ഹരേ കൃഷ്ണ. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 5 4. അപ്പൊ നാളെ ശില്പമാതാജിയുടെ വീട്ടിലാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. 5 4. എവിടെ? 3. നമ്മൾ പറഞ്ഞാ മതിയോ? ആ ശരി, പറഞ്ഞോളൂ. പറഞ്ഞോളൂ സുധീഷ് ജി, പറഞ്ഞോളൂ. 3 2 1 2 1 0 0 ഡിം